എല്ലാ കൂട്ടുകാർക്കും പരൂസിയ കർത്താവിൻ്റെ വരവിന് ഒരുങ്ങുന്ന പ്രത്യേകമായ ധ്യാനചിന്തകളിലേക്ക് സ്വാഗതം. ദ ബോഡി ബ്രോക്കൺ, ബ്ലഡ് ഷെഡ്, മുറിക്കപ്പെട്ട ശരീരം, ചിന്തപ്പെട്ട രക്തം. പരിശുദ്ധ കുർബാനയുടെ അന്തസ്സത്ത ഈ രണ്ട് വാക്കുകളിൽ സജ്ജീകൃതമായിരിക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ദ ബോഡി ബ്രോക്കൺ, ദ ബ്ലഡ് ഷെഡ്, ശരീരം മുറിക്കപ്പെടുന്നു, രക്തം ചിന്തപ്പെടുന്നു. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായതിനാൽ ഇതിലെല്ലാം ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തിനാണ് യേശു തൻ്റെ ശരീരം മുറിക്കപ്പെടാൻ പോകുന്നു, രക്തം ചിന്തപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞത്? അപ്പോസ്തലന്മാരുമായ അന്ത്യത്താഴം കഴിക്കുന്ന മാത്രയിൽ നമ്മൾ യേശു പറയുന്നതും ചെയ്യുന്നതും കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 26 മുതലും, മാർക്കോസിന്റെ സുവിശേഷം 14:22 മുതലും, ലൂക്കായുടെ സുവിശേഷം 22:15 മുതലും, 1 കൊറിന്തോസ് 11:23 മുതലുമുള്ള വചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാകുന്നു. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിന് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുമായ എൻ്റെ രക്തമാണ്. അതെ, യേശുവിൻ്റെ രക്തവും യേശുവിൻ്റെ ശരീരവും. അതാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി പരിമിതമായ നമ്മൾ കാണുന്ന ഈ ശരീരം, മജ്ജയും മാംസവുമുള്ള ശരീരത്തിൽ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. ഈ യാഥാർത്ഥ്യം മാനവകുലത്തിന് വേണ്ടി കർത്താവ് തൻ്റെ ശരീരവും രക്തവും കൊടുക്കുമ്പോൾ തന്നെ പൂർണ്ണമായി കൊടുക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരം എന്നത് മഹത്വീകരിക്കപ്പെട്ട ഈശോയുടെ യാഥാർത്ഥ്യ സാന്നിധ്യമാണ്. The real and personal presence of the glorified Christ. മഹത്വീകരിക്കപ്പെട്ട യേശുവിൻ്റെ ശരീരം, മഹത്വീകരിക്കപ്പെട്ട യേശുവിൻ്റെ രക്തം, ഇതാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാനയുടെ അന്തസ്സത്ത് നാം മനസ്സിലാക്കുമ്പോൾ കാൽവരിയിൽ നെറുകയിൽ കുരിശിന്മേൽ കിടക്കുന്ന യേശു, അതിൻ്റെ തലേ ദിവസം അപ്പസ്തലന്മാരുടെ മേൽ അന്ത്യത്താഴം കഴിക്കുന്ന യേശു പറയുകയാണ്. യേശു പറയുന്നു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ശരീരം, വാങ്ങിക്കുടിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം എന്ന് പറഞ്ഞത് ശരിക്കും യേശു പറയുന്നത് അടുത്ത ദിവസം അത് തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടാണ്. അതല്ലേ കാൽവരിയുടെ നെറുകയിൽ 2 കള്ളന്മാരുടെ നടുവിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു തൻ്റെ ശരീരവും രക്തവും മുറിക്കപ്പെടാനും ചിന്തപ്പെടാനും വിട്ടുകൊടുത്തതിൻ്റെ പരിസമാപ്തിയായി വിളിക്കുന്നത്, എല്ലാം പൂർത്തിയായി. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എല്ലാം പൂർത്തിയായി. പിതാവ് എന്നോട് പറഞ്ഞ് ഈ ലോകത്തിലേക്ക് അയച്ച ദൗത്യം എല്ലാം പൂർത്തിയായി. ഇനി എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഏറ്റവും വലിയ ശക്തി മനുഷ്യർക്ക് ആയിരിക്കുവാനായി, മനുഷ്യരുടെ കൂടെ ആയിരിക്കുവാനായി ആഗ്രഹിച്ച് തമ്പുരാൻ നൽകുന്ന അമൂല്യമായ സത്തയാണ് പരിശുദ്ധ കുർബാന. വത്തിക്കാൻ സുനകദോസിൻ്റെ സാക്രോസാന്തം കൊഞ്ചീലിയും എന്ന വത്തിക്കാൻ സുനകത്തിൻ്റെ പ്രമാണരേഖയിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉറവിടവും ഒച്ചിയുമാണല്ലോ.
ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചിയും ഉറവയുമായ ഈ ദിവ്യകാരുണ്യം എങ്ങനെ ഈ ദിവ്യകാരുണ്യമായി മാറി? കാൽവരിയിലെ നിറകയിൽ പ്രാണൻ വെടിയുന്നതിന് മുമ്പ് കടന്ന യേശു താൻ പറഞ്ഞത്, തലേ ദിവസം പറഞ്ഞത് അന്വർത്ഥമാക്കുന്ന മണിക്കൂറുകൾ, അത് എന്തിനു വേണ്ടിയാണിത്? യേശു പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അതെ, ഈ യാഥാർത്ഥ്യം ഹൃദയത്തിൽ, എൻ്റെ ഹൃദയത്തിൽ ഓരോ ദിവസവും ജ്വലിക്കേണ്ടിയിരിക്കുന്നു, ഉജ്ജ്വലിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ ദിവ്യകാരുണ്യം എനിക്ക് എൻ്റെ കർത്താവായ യേശു മുറിക്കപ്പെട്ട ശരീരം എനിക്ക് സമ്മാനമായി തന്നതാണ്. ചിന്തപ്പെട്ട രക്തം എനിക്ക് സമ്മാനമായി തന്നതാണ്. ഈ സമ്മാനം, അമൂല്യമായ നിധി, ഓരോ ദിവസവും എനിക്ക് കഴിയുമ്പോഴൊക്കെ അല്ല, ഓരോ ദിവസവും ഇത് സ്വീകരിക്കാതെ എൻ്റെ ദിവസം ഞാൻ കടത്തിവിടില്ല എന്ന യാഥാർത്ഥ്യത്തോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മുറിക്കപ്പെട്ട ശരീരവും ചിന്തപ്പെട്ട രക്തവും എൻ്റെ അനുദിന ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഉപയുക്തമാകട്ടെ. അതുവഴി ഞാൻ അങ്ങേ സ്വീകരിക്കാൻ പൂർണ്ണമായി സജ്ജനാകട്ടെ. ആമേൻ.